നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. യദു എന്ന ചങ്കുറപ്പുള്ള ഡ്രൈവർ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് യദു കരുതിയിരിക്കുക. ജോലി നഷ്ടപ്പെടുമെന്നതിൽ സംശയം വേണ്ട. അതിനപ്പുറമുള്ള നഷ്ടങ്ങൾ നേരിടാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാകണം. യദു എന്ന KSRTC ഡ്രൈവർ തിരുവനന്തപുരം മേയർ വിഷയത്തിൻ്റെ നിറം കെട്ടുതുടങ്ങി. വാർത്തകളൊക്കെ ഇങ്ങനെ കോളങ്ങളിൽ ഒതുങ്ങി. പക്ഷേ ഈ പൊതുവിഷയം കേരളത്തിലുണ്ടാക്കിയ ചലനം അത് ചെറുതല്ല. 21-ാം വയസ്സിൽ തലസ്ഥാന നഗരിയുടെ മേയർ പദവിയിലേക്ക് ആര്യ എന്ന പെൺകുട്ടി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ അഭിമാനിച്ചു. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അതും ഒരു വനിത, നമ്മുടെ നാട്ടിൽ നിന്നും. എങ്കിൽ ഇന്നോ മേയർ എന്ന ഉന്നത പദവിയുടെ സർവശ്രേഷ്ഠതയെ നഷ്ടമാക്കി തെരുവുകുണ്ടയുടെ സ്വഭാവ വൈകൃതമുള്ള ഭർത്താവ് MLAക്കൊപ്പം നാഷണൽ ഹൈവേയിൽ കാട്ടിയ പേക്കൂത്തുകൾ, അഹങ്കാരം, അധികാര ധാർഷ്ട്യം, ഇതൊക്കെ കേരളത്തിലെ നവദൃശ്യ മാധ്യമങ്ങളും നന്മ മനസ്സുകളും ഏറ്റെടുത്തപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇന്നലകളിൽ സല്യൂട്ട് നൽകിയിരുന്ന പോലീസുകാരാൽ ഏത് നിമിഷവും കൈവിലങ്ങുകൾ അണിയിക്കപ്പെട്ട് ജയിലിൽ പോകാൻ ഭയത്തോടെ കാത്തിരിക്കുന്ന ഒരു സ്ത്രീ കുറ്റവാളിയായി മാറിയിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയർ. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ നിന്ദ്യമായ അഴിമതി, ദിവസവേതനക്കാരനായ സെക്യൂരിറ്റിയെ അധികാര ഗർവുപയോഗിച്ച് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട നിങ്ങളുടെ അല്പത്തരം കാലം കാത്തുവച്ചു നിങ്ങൾക്കുള്ള മറുപടി അതിതാണ്. മേയർ എന്ന പദവിയിൽ നിന്നും അടിക്കടി ഉയരേണ്ടതിന് പകരം ഓരോ നികൃഷ്ട പ്രവർത്തികൾ കൊണ്ട് താഴേക്ക് വന്ന് ഇപ്പോഴിതാ 710 രൂപ ദിവസവേതനക്കാരനായ ഒരു രാഷ്ട്രീയ അധികാരവുമില്ലാത്ത കേവലം KSRTC ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ നഗരമാതാവായ മേയറുടെ അധികാര അടയാളങ്ങൾ ഊരിവെച്ച് ജയിലിൽ പോകേണ്ട ഗതികേട്. ഇവിടെ യദു എന്ന ചെറുപ്പക്കാരന് വേണ്ടി ആരും തെരുവിലിറങ്ങിയില്ല, എങ്ങും പന്തം കൊളുത്തിയില്ല, ബസ്സിനു നേരെ കല്ലേറില്ല, പോലീസ് ലാത്തിച്ചാർജ് നടത്തിയില്ല, കണ്ണീർ വാതക പ്രയോഗവും ജലപീരങ്കികളും ചലിച്ചതേയില്ല. എന്നിട്ടും യദു വിജയിച്ചു. ഈ വിജയം കേരളത്തിലെ നേരും നെറിയുമുള്ള നവമാധ്യമങ്ങളുടേത് കൂടിയാണ്. സർവ്വ ഈർക്കിൽ പാർട്ടികളിൽ നിന്നും ലക്ഷങ്ങളും കോടികളും വാങ്ങി അവരുടെ എന്ത് നെറികെട്ട പരസ്യവും നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന പത്രത്തിൻ്റെ ഏറ്റവും മുൻപേജിൽ അച്ചടിക്കുന്ന ശുദ്ധ മാധ്യമ തെമ്മാടിത്തരം. കുറ്റക്കാരായ മേയറോടും MLA ഗുണ്ടായിസത്തോടും ചങ്കുറപ്പോടെ മുഖത്തു നോക്കി നട്ടല് നിവർത്തി നിങ്ങൾ ചെയ്തത് തെറ്റ് എന്ന് പറയാൻ നാവ് പൊങ്ങാതെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന അപ്പവും കള്ളും വാങ്ങിക്കഴിച്ച് കൂലിപ്പണിക്കാരനായ യദുവിനെ വിടാതെ പിന്തുടർന്ന് നിങ്ങൾ കാട്ടിയ ലൈംഗിക ചേഷ്ട ഒന്നുകൂടി ഞങ്ങൾക്കും കാണിച്ചു തരാമോ എന്ന മുഖ്യധാര മാധ്യമ ചെറ്റത്തരത്തിനേറ്റ പരാജയം കൂടിയാണ് യദുവിൻ്റെ വിജയം. ലക്ഷങ്ങളുടെ ക്യാമറയും ശീതീകരണ മുറിയിലെ കോടികളുടെ ടെക്നോളജിയും ജേർണലിസം എന്ന കോഴ്സ് പഠിച്ചതുകൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു തലയും അതിന് താഴേക്ക് നീളുന്ന ഒരു വാഴപ്പിണ്ടി നട്ടലുമായി നടക്കുന്ന മുഖ്യധാര മാധ്യമ റിപ്പോർട്ടേഴ്സ് മാത്രമല്ല ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ. പൊട്ടിയ മൊബൈലിൽ 4 റബ്ബർ ബാൻഡുകൾ തലങ്ങും വിലങ്ങും വലിച്ചിട്ട് രാവിലെ 50 രൂപയുടെ പെട്രോൾ അടിച്ച് സ്കൂട്ടറിൽ ദേശാന്തരങ്ങളിൽ കറങ്ങി നടന്ന് നിഷ്പക്ഷമായി നീതിപൂർവം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നവമാധ്യമ പ്രവർത്തകരുടെ വിജയം കൂടിയാണ് മേയറമ്മയുടെയും MLAയുടെയും പരാജയം. ഞങ്ങൾ ചാനൽ 91 ഈ മേയർ വാർത്ത അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു സംശയം, അല്ല, ആ വിഷയം അന്ന് അവിടെ കൈകാര്യം ചെയ്ത പോലീസ് ഓഫീസർമാരോട് ഒരു ചോദ്യം. സീബ്ര ലൈനിൽ പൊതുവാഹനത്തിനെ ബ്ലോക്ക് ചെയ്ത് സ്വകാര്യ വാഹനം പാർക്ക് ചെയ്ത മേയർ, സർക്കാർ വാഹനത്തിൽ കയറി ഈ നാട്ടിലെ പൗരന്മാരെ ഭീഷണിപ്പെടുത്തി യാത്രാ തടസ്സമുണ്ടാക്കിയ MLA, ഇതൊക്കെ നടക്കുമ്പോഴും ഡ്രൈവർ സീറ്റിൽ നിന്ന് യദു എന്ന ഡ്രൈവർ എങ്ങോട്ടേക്കും പോയിട്ടില്ല. അതിനർത്ഥം ആ ഡ്രൈവർ സ്വബോധത്തിലായിരുന്നു. എന്നിട്ടും അയാളെ ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കി. എന്നാൽ ജാമ്യം പോലും ലഭിക്കാത്ത അത്രയും വലിയ കുറ്റങ്ങൾ ചെയ്ത മേയറെയോ MLAയോ ഒപ്പമുള്ളവരെയോ എന്തുകൊണ്ട് ലഹരി പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല? സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന അവർ മദ്യമോ മറ്റെന്തെങ്കിലും ലഹരിയോ ഉപയോഗിച്ചിരുന്നു എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.